സംസ്ഥാനത്ത് പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങി. പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങി. ദിവസങ്ങളായി പ്രതിഷേധം, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വാർത്തകളുടെ വിവരങ്ങൾ നൽകുന്നത് PV അരുണാണ്. അരുൺ, പറഞ്ഞോളൂ. പാർവതി, ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെയുള്ള പ്രതിഷേധം ഇന്നും CITU സമരത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് പിന്മാറിയെങ്കിലും INTUസിന്റെ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ നിന്ന് 11 പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സമരമുള്ളതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എത്തിയില്ല. 2 പേർ അല്ലാതെ തങ്ങളുടെ വാഹനത്തിൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് തയ്യാറായ 2 പേർ വന്നു. സ്വന്തം വാഹനത്തിൽ വരുന്നു. വന്ന ഒരാൾ ഇപ്പോൾ തിരിച്ചു വരികയാണ്. അവരെ തടയാൻ സമരക്കാർ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് അവരെ കടത്തിവിടുന്നത്. പോലീസ് സംരക്ഷണത്തിലായിരുന്നു. എന്താണ് ടെസ്റ്റിനാണെന്നില്ലേ? ഡേറ്റ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അറിയില്ല, ഡേറ്റ് നേരത്തെ എടുത്തോണ്ടായിരുന്നു. ഇന്നാണ് ഡേറ്റ് കിടക്കുന്നത്. ഡേറ്റ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്ത് 15 വണ്ടിയില്ല. പിന്നെ ഇവിടെ വന്ന വണ്ടി കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അറിയില്ല, ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ, വണ്ടി ഇല്ലെന്ന് പറഞ്ഞു. അവരുടെ ഡേറ്റ് ക്യാൻസൽ ആയി പോയി, ഫോണിൽ മെസ്സേജ് തരുമെന്ന് പറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിന് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. ഡേറ്റ് എന്റേത് ക്യാൻസൽ ആയി പോയി. പാർവതി, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇന്ന് ഡേറ്റ് കിട്ടി വന്ന ഒരു യുവാവാണ് നമ്മൾ കണ്ടത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇയാളോട് അകത്ത് കയറാൻ ആവശ്യപ്പെട്ടു. സമരം നടക്കുകയാണ്, അവരോട് സഹകരിക്കുന്നു. പക്ഷേ പോലീസ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെയോ മറ്റൊരാളെ 2 പേരെ അകത്തേക്ക് കടത്തിവിട്ടു. പോലീസ് സംരക്ഷണയിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്നാണ് നേരത്തെ വ്യക്തമാക്കി സർക്കാർ നിർദ്ദേശം നൽകിയത്. പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ഇവിടെ പോലീസ് എത്തി സമരത്തിനിടയിൽ 2 പേരെ അകത്തേക്ക് കടത്തിട്ടു. പക്ഷേ അവർ അകത്തുപോയി ഇപ്പോൾ തിരിച്ചു വന്ന് പറയുന്നത് അവരുടെ ഡേറ്റ് ക്യാൻസലായി എന്നുള്ളതാണ്. അകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള വാഹനവും ഇല്ല എന്ന് പറയപ്പെടുന്നു. 2 പേർ പോയി, ഒരാൾ പുറത്തു വന്നു. പോലീസ് സംരക്ഷണം അകത്ത് പോയെങ്കിലും ട്രസ്റ്റ് ഇല്ലാതെ ഒരാൾ പുറത്തു, ഒരാൾ കൂടി ഇപ്പോഴും അകത്തുണ്ട്. പോലീസ് സംരക്ഷണം കൊടുത്തുവെങ്കിലും അകത്ത് ചെന്നപ്പോൾ ഡേറ്റ് ക്യാൻസലായി എന്ന വിവരമാണ് അവരോട് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് ഇത് സംഭവിക്കുന്നത് വ്യക്തമല്ല. ഏതായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എത്തുന്നവരോട് സമരക്കാർ സഹകരിക്കണം, ടെസ്റ്റിന് വരരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അത് മറികടന്ന് പോലീസ് സംരക്ഷണം 2 പേരും അകത്തേക്ക് പോയത്. അതിലൊരാളാണ് ഇപ്പോൾ പുറത്തു വന്ന ഇത്തരത്തിൽ ഡേറ്റ് ക്യാൻസലായി എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി പറയുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ടെസ്റ്റിലെത്തുന്നവരോട് സഹകരിക്കണമെന്ന് ഈ സമരക്കാർ ആവശ്യപ്പെടുന്നുമുണ്ട്. ടെസ്റ്റ് നടത്തരുത്, കൃത്യമായി ഇവരുടെ സമര കാരണങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ഒരു ടെസ്റ്റ് അനുവദിക്കുന്ന നിലപാടാണ് സമരക്കാരുള്ളത്. INTUC ആണെന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. INTUCയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. CITUം INTUCയും ഒരുമിച്ചാണ് സമരം തുടങ്ങിയത്. എന്നാൽ CITU ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിനില്ല. ഇന്ന് 2 പേര് ഇവിടെ ടെസ്റ്റ് നടത്താൻ വന്നു. പക്ഷെ അവര് തിരിച്ചു എന്താ സംഭവിക്കുന്നില്ല? 2 പേര് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ വന്നു. അവരുടെ ലിസ്റ്റിൽ അവരുടെ പേരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കാലഹരണപ്പെട്ട ഒരു ലിസ്റ്റുമായാണ് അവർ കടന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ നടത്തുന്ന ശ്രമമായി മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇത് ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നാണ് പറയുന്നത്. ടെസ്റ്റാണ് പോലീസ് സംരക്ഷണം കൊടുക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഇത് നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ എതിർപ്പുകളും തുടരും. പോലീസ് സംരക്ഷണത്തോടെ നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. സംസ്ഥാനത്തെ 23 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും പിന്നെ പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഈ CITU സമരത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ്. എന്താണ് CITU എടുത്തിരിക്കുന്ന നിലപാടുകൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സമരത്തോട് യോജിപ്പുമില്ല, സമരത്തോട് വിയോജിപ്പുമില്ല. ഉദ്യോഗസ്ഥന്മാർ എന്ത് നിലപാടെടുക്കുന്നു അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് CITUവിൽ നിന്ന് വന്നിരിക്കുന്നത്.
അത് ഏറെ പ്രയാസകരമായ കാര്യമാണ്, അത് പ്രതിഷേധകരമായ കാര്യമാണ്. CI2 ഇക്കാര്യത്തിനകത്ത് സജീവമായി മുൻനിരയിൽ വരണം എന്നാണ് ഞങ്ങൾ സംയുക്തമായി ആവശ്യപ്പെടുന്നത്. INTUCയുടെ ജില്ലാ പ്രസിഡന്റാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ ടെസ്റ്റിൽ പങ്കെടുക്കാൻ പോയ രണ്ടാമത്തെ ആളും പുറത്തേക്കും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെസ്റ്റ് ഇന്ന് ഡേറ്റ് കിട്ടിയതാണോ? ഡേറ്റ് കിട്ടിയത് ലിസ്റ്റിൽ പേരില്ല. ഇനി അടുത്ത ഡേറ്റ് കിട്ടിയത് രണ്ടുപേരുണ്ടായിരുന്നു അകത്ത് അല്ലെ? രണ്ടുപേരും അകത്തേക്ക് പോയതാ. രണ്ടുപേരുടെ പേര് എന്തുണ്ടാ ഉദ്യോഗസ്ഥർ കാരണം പറയുന്നത്? അത് അവരെന്ത് ചെയ്യണം? എന്ത് കാറായിരുന്നോ ബൈക്ക്? എന്തിനാ? എന്തിന്റെ കാറകത്തുണ്ടായിരുന്നു? അറിയില്ല. 40 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്. പുതിയ ഡേറ്റ് കഴിഞ്ഞു. സ്ഥലത്തുണ്ടായിരുന്നില്ല, ഗൾഫിൽ ജോലി ചെയ്യുന്നു. അപ്പോ ലൈസൻസ് ക്യാൻസലായി. അത് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ടെസ്റ്റ് കാണുന്നു പറഞ്ഞു. ടെസ്റ്റിന് ഡേറ്റ് കൊടുത്തു. ഇപ്പൊ പറയുന്ന പേരില്ല. ലിസ്റ്റിൽ 7-5 ഡേറ്റ് തന്നിട്ടുണ്ട്. അതൊന്നും പറയുന്നില്ല. പേരില്ല എന്ന് പറയുന്നു. ഞാൻ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഡേറ്റ് ശശിധരൻ. ഇന്നത്തെ അറിയിപ്പുണ്ടായിരുന്നു. ഡേറ്റ് തന്നെ ഇന്നായിരുന്നു. ഇന്നത്തെ ഡേറ്റ് 10:30 ടൈമിൽ. ഞാൻ 8 മണിക്ക് വന്നു. മാധ്യമങ്ങളൊക്കെ ഈ ടിവിയിലെ കാണാറില്ല സാറ്. പ്രതിഷേധിക്കുന്നവരെ എനിക്കറിയില്ല. ഞാൻ ഇവിടെ നാട്ടിലല്ല. അല്ലാതെ നമ്മുടെ ടി വി കാണാൻ സമയമില്ല. ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളാ. മനസ്സിലായോ? ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളാ. നമ്മൾ പ്രതിഷേധത്തിലാണ്. നല്ല കാര്യം. എല്ലാവരും പ്രതിഷേധം വേണം. നിങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കണം. നല്ല രീതിയിൽ ഡ്രൈവിംഗ് ഇല്ലില്ല. വരും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് ഡേറ്റ് കിട്ടി ടെസ്റ്റ് വന്നവരാണ്. പക്ഷേ അകത്ത് കയറുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നത്തെ ഡേറ്റ് അല്ല, ഡേറ്റ് മാറി മറ്റു ദിവസം ടെസ്റ്റ് എത്താൻ ആവശ്യപ്പെടുന്നത്. ഈ ടെസ്റ്റിന് എത്തുന്നവരെ പ്രതിഷേധക്കാർ തടയുന്നുമുണ്ട്, അവർ പ്രതിഷേധിക്കുന്നുമുണ്ട്. ഈ സമരം നടക്കുന്ന അറിയാതെ എന്തിനു വരുന്നു എന്ന ചോദ്യമാണ് ടെസ്റ്റിനെത്തുന്നവരോട് സമരക്കാർ ചോദിക്കുന്നത്. ഇവിടെ സ്വന്തം വാഹനങ്ങളിൽ ടെസ്റ്റിനെത്തിയവരാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുവന്ന ആളുകളല്ല, സ്വന്തം വാഹനങ്ങളിൽ ടെസ്റ്റ് എത്തിയ രണ്ടുപേരാണ് ഇപ്പോൾ ടെസ്റ്റ് തീയതി മാറി എന്ന ഉദ്യോഗസ്ഥ അറിയിപ്പിനെ തുടർന്ന് മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നും ടെസ്റ്റ് മുടങ്ങുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആളുകൾ, അവരുടെ ഒപ്പം വരുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ആളുകൾ ആരും ഇന്ന് ഇവിടെ ടെസ്റ്റിന് എത്തിയിട്ടില്ല. അങ്ങനെ തങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവരില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ നിലപാടെടുക്കുന്നു. പക്ഷേ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്ക്, സ്വന്തം വാഹനങ്ങളുള്ളവർക്ക് ടെസ്റ്റ് നടത്താം. അതിന് പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചത്. അതിനിടെ പോലീസ് സംരക്ഷണം നൽകുകയും ചെയ്തു. അതിനെ രണ്ടുപേരെ പോലീസ് ഇവിടെ നിന്ന് അകത്തേക്ക് കടത്തിവിട്ടു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൌണ്ടിലേക്ക് ഇവിടെ പോലീസ് കടത്തിവിടുകയും ചെയ്തു. പക്ഷേ അവർ അകത്ത് ചെല്ലുമ്പോൾ അവരുടെ ഇന്നത്തെ ടെസ്റ്റ് നടത്തേണ്ടവരുടെ ഡേറ്റ് ലിസ്റ്റിൽ ഇവരുടെ പേരില്ല. മറ്റൊരു ദിവസം വരാൻ പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും തടസ്സപ്പെട്ടു. CI2 പ്രത്യക്ഷ സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇവിടെ INTUCയുടെ സമരം തുടരുകയാണ്. ഒരാളെയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൌണ്ടിലേക്ക് കടത്തിവിടുന്ന നിലപാടാണ് ഇപ്പോൾ INTUC ഉള്ളത്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് INTUCയുടെ നീക്കം. നേതാക്കൾ ഇവിടെ അക്കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കില്ല നിലപാടിലാണ് INTUC ഉള്ളത്. CI2 സമരത്തിന് എതിരല്ലെന്ന് പറയുമ്പോഴും പ്രത്യക്ഷമായ സമരരംഗത്തേക്ക് വരുന്നില്ല. മന്ത്രിയുടെ വാക്കുകളിൽ അവർ ഉറപ്പിൽ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CI2 സമരത്തിന്റെ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്നു. INTUC സമരം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. പാർവതി. ശരി അരുൺ, സംസ്ഥാനത്ത് പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങിയിട്ടുണ്ട്. ടെസ്റ്റിനെത്തുന്നവരെയും ഇത് സാരമായി തന്നെ വലിക്കുകയാണ്. ഈ ഉത്തരവ് ഗതാഗത പരിഷ്കരണം പൂർണ്ണമായി പിൻവലിക്കും വരെ സമരം തുടരുകയാണ്. ഇന്ന് INTUC ആണ് മുട്ടത്തറ ഗ്രൌണ്ടിൽ സമരം നടത്തുന്നത്. സമരപ്പന്തൽ കെട്ടിയുള്ള ആണ് പ്രതിഷേധം. അതേസമയം ഈ ടെസ്റ്റിനെത്തുന്നവരും വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും അരുൺ. ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത്? ഒപ്പം പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് നടത്താനുള്ള നീക്കത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ഗതാഗത വകുപ്പ്? ഇപ്പോഴും ഈ
ഗതാഗത വകുപ്പ് അങ്ങനെ ടെസ്റ്റ് നടത്തുമെന്ന് പറയുമ്പോഴും പോലീസ് സംരക്ഷണം നൽകിയിട്ടും രണ്ടുപേർ ഇന്ന് ഡേറ്റ് കിട്ടി ടെസ്റ്റ് വന്ന രണ്ടുപേർക്കും അവരുടെ ലിസ്റ്റിൽ പേരില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വന്നു. ആ ടെസ്റ്റിനുള്ള വാഹനങ്ങൾ ഒരാൾ കൊണ്ടുവന്നിരുന്നു, ഒരാൾ തന്റെ കാറിലാണ് വന്നത്. അദ്ദേഹത്തിന് അതിൽ ടെസ്റ്റ് നടത്താൻ തയ്യാറായിരുന്നു. പക്ഷേ മറ്റേ ആൾക്ക് ടെസ്റ്റ് നടത്താനുള്ള വാഹനവും ഗതാഗത വകുപ്പ് ലഭ്യമാക്കിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല. ഏതായാലും ടെസ്റ്റ് മുടങ്ങി എന്നതാണ് വസ്തുത. സമരക്കാരുടെ വലിയ പ്രതിഷേധമുണ്ട്, ആരെയും അകത്ത് കടത്തിവിടുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും അത് മറികടന്നുകൊണ്ട് പോലീസ് സംരക്ഷണം, പോലീസിന്റെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായി പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസുകാർ ഈ രണ്ടുപേരെയും അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. പക്ഷേ അകത്തെത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നതാണ് പിന്നീട് കണ്ടത്. ഈ ടെസ്റ്റിന് വന്നവരുടെ പേര് ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത്. അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അവർക്ക് മറ്റൊരു ദിവസം ഡേറ്റ് നൽകാം എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഏതായാലും ടെസ്റ്റ് ഇന്നും മുടങ്ങുന്നു. പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്ന് INTUC പ്രഖ്യാപിക്കുന്നു. ആരെയും അകത്തേക്ക് കടത്തിവിടില്ല നിലപാടിൽ INTUC തുടരുന്നു. നമുക്ക് ഗേറ്റിൽ കാണാം പോലീസിന്റെ വലിയൊരു സന്നാഹമുണ്ട്. പോലീസ് സംരക്ഷണം നൽകണമെന്ന് സർക്കാർ നിർദ്ദേശവും നൽകിയതാണ്. ഏതായാലും അതുകൊണ്ടും ഗുണമുണ്ടായില്ല. ടെസ്റ്റിന് വന്ന രണ്ടുപേരെയും ഉദ്യോഗസ്ഥർ മടക്കി അയക്കുകയാണ് ചെയ്തത്. ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ മടക്കി അയച്ചത്. എന്നാൽ രണ്ടുപേരും ഇന്നത്തെ ദിവസം ടെസ്റ്റിന് എത്താനുള്ള അവർക്ക് മോട്ടോർ വാഹന വകുപ്പ് അനുവദിച്ചു നൽകിയ സ്ലോട്ട് ഇന്നായിരുന്നു. ആ സമയം അതിന്റെ രേഖകളുമായാണ് വന്നത്. പക്ഷേ അവർക്ക് ഇന്നും ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും മടങ്ങിപ്പോയി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. മുട്ടത്തറ ഗ്രൌണ്ടിലടക്കം ഇന്നും പ്രതിഷേധമുണ്ടായി. ടെസ്റ്റിനെത്തിയ രണ്ടുപേരെ തിരിച്ചയച്ചു. അവരുടെ പേര് ലിസ്റ്റിൽ ഇല്ല, മറ്റൊരു ഡേറ്റ് നൽകാമെന്ന് കാരണം പറഞ്ഞാണ് അവരെ തിരിച്ചയച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് VV അരുൺ.